എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുരുകഭഗവാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഭഗവാൻ അത്രയേറെ ഭക്തവത്സലനാണ്. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും വളരെ പെട്ടെന്നാണ് നമുക്കത് സാധിപ്പിച്ചു തരിക. അത്രയേറെ ഭക്തരിൽ മനസ്സലിവുള്ള ആളാണ് മുരുകഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ഷഷ്ഠീവ്രതം നമ്മൾ എടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് എല്ലാവിധ നന്മകൾക്കും വേണ്ടിയിട്ടാണല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിരവധി മാതാപിതാക്കൾ ഈ വ്രതം സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മുരുകഭഗവാന്റെ അമ്പലം അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി തൊഴുക. അതല്ല വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുക, ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും വളരെ പെട്ടെന്ന് ഭഗവാൻ നമുക്കൊരു നിവൃത്തി ഉണ്ടാക്കിത്തരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമങ്ങളായിക്കോട്ടെ, എന്തെന്ത് ആഗ്രഹങ്ങളായിക്കോട്ടെ, എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ഭഗവാനോട് പറഞ്ഞോളൂ, ഭഗവാൻ അതിനൊരു മാർഗം കണ്ടെത്തി തരും. കാരണം നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ ഉയർച്ച തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എന്ത് കാര്യമായിക്കോട്ടെ, ജോലിയോ വിവാഹമോ പഠനമോ എന്തും ആയിക്കോട്ടെ, ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ അതിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാക്കിത്തരും. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും ഭഗവാൻ തള്ളിക്കളയില്ല. അത്ര വേഗത്തിൽ കേൾക്കുന്ന ആളാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. നിരവധിയായിട്ടുള്ള നാമങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്ന നാമങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. നിരവധി ചെറിയ ചെറിയ നാമങ്ങൾ. ഇനിയിപ്പോൾ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഓം വജൻ ഭുവേ നമ എന്നുള്ള നാമം, അതുപോലെ ശരവണ ഭവ എന്നുള്ള നാമം, ഇതൊക്കെ വളരെ എളുപ്പം, കുമാരായ നമ എന്നുള്ളത് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. വളരെ കുറച്ച് സമയം മതി 108 തവണയൊക്കെ ജപിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നാമം ജപിക്കാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും 108 തവണ രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിനുണ്ടാവും, നമ്മുടെ മക്കൾക്കുണ്ടാവും. ഇനി അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഭഗവാനെ മനസ്സിരുത്തി വിളിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ എന്ത് വിഷമങ്ങളും നേരിട്ട് പറഞ്ഞോളൂ, എല്ലാത്തിനും അദ്ദേഹം നിവൃത്തി ഉണ്ടാക്കി തരും. എല്ലാ കുടുംബങ്ങളിലും എല്ലാ മക്കൾക്കും നന്മ വരട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.